നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ഏപ്രിൽ 1-ാം തീയതി, അതായത് കൊല്ലവർഷം 1200-ാം ആണ്ട് മീനമാസം 18-ാം തീയതി, അതായത് ശുക്ലപക്ഷ ചതുർത്ഥിയും ചൊവ്വാഴ്ചയും ഭരണി നക്ഷത്രവും വരുന്ന ദിവസം, അതായത് ഉത്തരായനകാലം വസന്ത ഋതുവിൽ ഭരണി നക്ഷത്രവും ചതുർത്ഥി തിഥിയും ചൊവ്വാഴ്ചയും വരുന്ന ദിവസം കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവം നടക്കുകയാണ്. കൊടുങ്ങല്ലൂർ ഭരണി വളരെ പ്രസിദ്ധമാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും, മിക്കവാറും ഭദ്രകാളി ക്ഷേത്രങ്ങളിലെല്ലാം ഭരണിയുടെ ആഘോഷങ്ങൾ, കുമ്പോടവും മറ്റ് അലങ്കാരങ്ങളും ഒക്കെ ഉള്ള ദിവസമാണ്. അപ്പം എന്തായാലും എല്ലാവരും ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുക. എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരുന്ന ദിവസമാണ് മീനഭരണി ദിവസം. അതും ചൊവ്വാഴ്ചയായതുകൊണ്ട് അല്പം പ്രാധാന്യം കൂടും. ഈ ദിവസം, അതായത് 1-4-2025 സൂര്യോദയം വരുന്നത് 6:26 AM-നും സൂര്യാസ്തമനം 6:32 PM-നും രാഹുകാലം 3:30 മുതൽ 5:01 PM വരെയും ഗുളികകാലം 12:28 PM മുതൽ 1:59 PM വരെയും യമകണ്ഠകാലം 9:27 AM മുതൽ 10:58 AM വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 12:04 PM മുതൽ 12:26 PM വരെയും 12:30 PM മുതൽ 12:52 PM വരെയുമാണ്. ഭരണി ദിവസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ 27 നക്ഷത്രക്കാരും അമ്മയെ പ്രാർത്ഥിക്കുന്നത്, ഭദ്രകാളി അമ്മയുടെ കുലദേവത, മിക്കവാറും ക്ഷേത്രങ്ങളിലെ കുടുംബ പരദേവത ഭദ്രകാളി അമ്മയാണ്. അപ്പം അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ പരദേവതയുടെ അനുഗ്രഹം കൂടി കിട്ടും. സുബ്രഹ്മണ്യ സ്വാമിക്കും പ്രാധാന്യമുള്ള ദിവസമാണ്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രാർത്ഥിക്കുക. ഈ ഭരണി ദിവസത്തിലെ 1-4-2025 രാശിചക്രം പരിശോധിക്കുമ്പോൾ മീനത്തിൽ സൂര്യൻ, മേടത്തിൽ ചന്ദ്രൻ, ചൊവ്വ മിഥുനത്തിലും ബുധൻ മീനത്തിലും ഗുരു ഇടവത്തിലും ശുക്രൻ മീനത്തിലും മന്ദൻ മീനത്തിലും സർപ്പി മീനത്തിലും കേതു കന്നിയിലും ഗുളികോദയമാവട്ടെ കർക്കിടകം രാശിയിലും ഉദയം മീനൻ രാശിയിലുമാണ്. ഈ രാശിചക്രപ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉള്ളത്, ഏതൊക്കെ പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത് എന്ന് ഒന്ന് നമുക്ക് പരിശോധിക്കാം. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ മനസ്വസ്ഥതയും ധനലബ്ധിയും ഉണ്ടാകും. ഈശ്വര കാര്യങ്ങൾക്കായി അല്പം ധനം വിനിയോഗം ചെയ്യും. ജോലിക്കുള്ള ഏത് സ്ഥാപനത്തിൽ നിന്നും, അതായത് പ്രൈവറ്റ് ആവട്ടെ, അർദ്ധ സർക്കാർ ആവട്ടെ, സർക്കാർ സ്ഥാപനത്തിലാവട്ടെ, കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളിലോ എവിടെ നിന്നെങ്കിലും ജോലിക്കുള്ള ഒരു അറിയിപ്പ്, നിയമന ഉത്തരവ് ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ശത്രുക്കളുമായി അല്പം അഭിപ്രായ വ്യത്യാസമുണ്ടാവുകയും ശത്രുവിനെ തിരിച്ചറിയുവാൻ സാധിക്കുകയും ചെയ്യും. ശത്രുഭയത്താൽ അസ്വസ്ഥതയും രോഗവും വന്നു ചേരാം. ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുള്ള സാഹചര്യം വന്നു ചേരും. സർക്കാർ ജീവനക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുന്നതാണ്. ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾക്ക് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും അനുകൂല സമയമാണ്. കലാകാരന്മാർക്ക് അവസരങ്ങൾ ലഭിക്കും. സാമ്പത്തിക ലാഭത്തോടൊപ്പം അംഗീകാരവും പ്രോത്സാഹനവും പുതിയ അവസരങ്ങളും വന്നു ചേരുന്നതാണ്. വിശ്വസിച്ചിരുന്നവരിൽ നിന്നും അല്പം അപമാനം അല്ലെങ്കിൽ ചതി പറ്റുവാനുള്ള യോഗം കാണുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഭദ്രകാളിയെ അമ്മയെ കൂടി പ്രാർത്ഥിക്കുക. കൊടുങ്ങല്ലൂർ ഭരണിയാണ്. അതുപോലെ മിക്കവാറുമെല്ലാം ഭദ്രകാളി ക്ഷേത്രത്തിൽ വിശേഷം നടക്കുന്ന സമയമാണ്. എല്ലാവരും അമ്മയ്ക്കയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കൂ.
കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയാ പാലയ. കൊടുങ്ങല്ലൂരെന്നൊരു ദേശമുണ്ടേ, ദേശത്തു നല്ലൊരു അമ്മയുണ്ടേ. ആ കൊടുങ്ങല്ലൂരുള്ള ആ ദേശദേവതയായ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം ഉണ്ടായാൽ നമ്മൾക്ക് വാസനാമൂർത്തിയായി തന്നെ കുറേ പേർ സ്വീകരിച്ചിട്ടുണ്ട്. അവർക്ക് മാത്രമല്ല, ഈ മേടൻ രാശിക്കാർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഒരു കരുതൽ, ഒരു നാളേക്കുള്ള എന്ത് പ്രതിസന്ധി അതിജീവിക്കാനുള്ള ഒരു ഉൾക്കരുത്ത് ഉണ്ടാവും. എല്ലാ കുടുംബക്ഷേത്രത്തിലെയും പരദേവതയുടെ അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിക്കുക. സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ എല്ലാവർക്കും ഭരണി ഒരു ആഘോഷ ദിവസമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. മേടം രാശിക്കാർ അവരുടെ ഉപാസന തുടരുക. ഉപാസനയിലൂടെ കൂടുതൽ കൂടുതൽ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ശുഭമായി ചെയ്യുവാനുള്ള ഒരാർജവം വന്നു ചേരും. നന്ദി. ഇനി നമുക്ക് ഇടവം രാശിയിലേക്ക് കടക്കാം. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താന യോഗത്തിനുള്ള യോഗം കാണുന്നുണ്ട്. സന്തോഷപ്രദമായ എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇടയാവും. മാനസിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് അല്ലെങ്കിൽ മറ്റുള്ളവരുമായി പങ്കുവച്ച് അത് മാറ്റുവാൻ ശ്രമിക്കേണ്ടതാണ്. പകർച്ചവ്യാധികളോ ഉദരരോഗമോ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അലച്ചിൽ മൂലം ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുകൾ വരാം. അപ്പോൾ അലച്ചിൽ കുറയ്ക്കുന്നതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക. രക്തസമ്മർദ്ദമുള്ളവരും അല്പം കരുതിയിരിക്കുന്നത് നല്ലതാണ്. ഉപ്പ് കലർന്ന ഭക്ഷണം അല്പം കുറയ്ക്കുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനായി ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടുക. മാനഹാനി വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങളിൽ മുഖേന എന്തെങ്കിലും അപകീർത്തി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും മനസ്സറിഞ്ഞ് സുബ്രഹ്മണ്യ സ്വാമിയെയും ഭദ്രകാളി അമ്മയെയും കുടുംബപരദേവതയും പ്രാർത്ഥിക്കൂ. ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യങ്ങളും അവരിൽ നിന്നും അനുമോദനങ്ങളും പ്രശംസാപത്രവും ഒക്കെ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുടെ സഹായത്തോടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പരിഹരിക്കുവാനുള്ള യോഗം വന്നു ചേരും. അതുപോലെ തന്നെ സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയും വന്നു ചേരും. മറ്റുള്ളവരുടെ ഉചിതമല്ലാത്ത ചിന്തകളാൽ മനസ്സ് അസ്വസ്ഥമാകുന്നത് ഒന്ന് നിയന്ത്രിച്ച് നിർത്തി നമഃശിവായ ജപിച്ചുകൊണ്ട് അമ്മേ നാരായണ ജപിച്ചുകൊണ്ട് ദിവസം കഴിച്ചുകൂട്ടു. തീർച്ചയായും അമ്മയുടെ അനുഗ്രഹവും ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി മുരുക 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 എന്ന് ജപിക്കുന്നതോടുകൂടി ആത്മസംതൃപ്തി വന്നു ചേരും. ദിവസം ശോഭനമായി തീരുകയും ചെയ്യും. മിഥുനം രാശി. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉന്നത ഉദ്യോഗസ്ഥർക്ക് സർക്കാരിൽ നിന്നും എന്തെങ്കിലും വിശദീകരണം അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ നോട്ടീസ് വരുവാനുള്ള സാധ്യതയുണ്ട്. കീഴ് ജീവനക്കാരുമായി കലഹം വരുവാനുള്ള സാധ്യതയുണ്ട്. ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കഠിന പ്രയത്നാൽ കർമ്മരംഗം ശരിയാക്കുവാൻ ശ്രമിക്കും. സഹപ്രവർത്തകരുമായി അഭിപ്രായ ഐക്യത്തിൽ വന്നു ചേരും. സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. എല്ലാ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ നമഃശിവായ ജപിക്കുന്നതോടെ ആത്മസംയമനത്തിലൂടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതോടെ ഉയർച്ചയും അസ്വാസ്ഥ്യവും മാറിക്കിട്ടും. കലാകാരന്മാർക്ക് തങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാനുള്ള അവസരം വന്നു ചേരും. അംഗീകാരങ്ങൾ തേടും. വാക്ചാതുര്യത്താൽ എല്ലാവരുടെയും മനസ്സ് ഉന്നതരെയൊക്കെ വശത്താക്കുവാൻ സാധിക്കും. തൻ്റെ ഇടത്തോടുകൂടി സംസാരിക്കാനുള്ള ഒരു ആർജവം ലഭിക്കും. കാര്യങ്ങൾ ഒരു പരിധിവരെ ഉദ്ദേശിച്ച രീതിയിൽ കൊണ്ടുപോകുവാൻ സാധിക്കും. എല്ലാ തരത്തിലുള്ള സന്തോഷവും അനുഭവിക്കുവാൻ ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അമ്മേ നാരായണ എന്ന് സദാസമയം ജപിച്ചുകൊണ്ടിരിക്കുക. കാളി മന്ത്രത്താൽ കുടുംബ പരദേവതയുടെ അനുഗ്രഹത്താൽ എല്ലാം ശുഭമായി തീരുന്നതാണ്. കർക്കിടകം രാശി. ഹോട്ടൽ ജീവനക്കാർക്കും ഭക്ഷണപാനീയങ്ങൾ വിതരണം ചെയ്യുന്നവർക്കും കാറ്ററിംഗ് യൂണിറ്റൊക്കെ നടത്തുന്നവർക്കും ഒക്കെ അനുകൂലമായ സാഹചര്യം വന്നു ചേരും. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം.
ഓരോ ദിവസവും, അതായത് ഇന്നത്തേക്കാൾ നാളെ നന്നാകുമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ ദിവസം വളരെ നന്നായിട്ട് ആസ്വദിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് മൂലം എല്ലാ കാര്യങ്ങളിലും ഒരു അടുക്കും ചിട്ടയും വന്നു ചേരുകയും അതുവഴി അല്പം മനസ്സന്തോഷവും ധനലാഭവും വന്നു ചേരും. സഹോദരന്മാർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും. വ്യാപാരികൾക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടാകും. വളരെയധികം യാത്രകൾ ചെയ്യേണ്ടതായ സാഹചര്യം വന്നു ചേരാം. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സംഗീതം, നൃത്തം ഇവ കൈകാര്യം ചെയ്യുന്നവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടും. അതുവഴി പുതിയ പുതിയ അവസരങ്ങൾ തേടിയെത്തും. സിനിമയിലൊക്കെ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന സമയമാണ്. സന്താനങ്ങളെ കൊണ്ട് എന്തെങ്കിലും പേരും പ്രശസ്തിയുമൊക്കെ കേൾക്കുവാനുള്ള സാധ്യത വന്നു ചേരും. ഇണയുമായി കലഹമുണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും അടുക്കും ചിട്ടയോടുകൂടി ചെയ്യുമ്പോൾ അമ്മയുടെ അനുഗ്രഹത്താൽ, രാശിനാഥനായ ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ, ഭദ്രകാളി അമ്മയുടെ സഹായത്താൽ, കുടുംബ പരദേവതയുടെ അനുഗ്രഹത്താൽ ദിവസം ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. ചിങ്ങം രാശി. സാമ്പത്തിക നേട്ടം, സജ്ജനങ്ങൾ വഴി സാമ്പത്തിക നേട്ടം വന്നു ചേരുന്ന സമയമാണ്. ചെറിയ രീതിയിലുള്ള കിട്ടാക്കടമൊക്കെ കിട്ടുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരും. സജ്ജനങ്ങളുമായിട്ട് അഭിപ്രായ ഐക്യം സമ്പാദിക്കും. കലാപ്രവർത്തകർക്ക് സർക്കാരിൽ നിന്നും എന്തെങ്കിലും അംഗീകാരമോ പ്രശസ്തി പത്രമോ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. മറ്റുള്ളവരുടെ സഹായം എങ്ങനെയെങ്കിലും വന്നു ചേരും. എന്നാൽ എല്ലാവരും അകന്ന് പെരുമാറുന്നതായി തോന്നും. അതിന് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ജ്യോതിഷം ചെയ്യുന്നവർക്കൊക്കെ പേരും പ്രശസ്തിയും വന്നു ചേരുന്നുണ്ട്. സംഭാഷണം കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാൻ കഴിയും. ജ്യോതിഷികൾക്ക് മാത്രമല്ല, സംസാര ചാതുര്യം കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാനുള്ള സാധ്യത കാണുന്നു. കുടുംബ പരദേവതയുടെ അനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങളിലും ഒരു ഉണർവും ഉന്മേഷവും വന്നു ചേരും. കണ്ടകശനിയൊക്കെ മാറി അഷ്ടമശനി ആണെങ്കിൽ പോലും എന്തൊക്കെയോ നേടിയെടുക്കാനുള്ള ഒരു ആവേശം ഉണ്ടാവും. ആ ആവേശത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന മൂലം സന്തോഷവും സമാധാനവും നിലനിന്ന് കിട്ടും. ബന്ധുക്കളുടെ സഹായം ലഭിക്കും. ശത്രുക്കളാൽ ആപത്തൊഴിഞ്ഞു പോകും. ശത്രുക്കളിൽ നിന്ന് വരാനുള്ള ആപത്തുകളൊക്കെ അമ്മയെ പ്രാർത്ഥിക്കുന്നതോടെ മുരുകസ്വാമിയുടെ അനുഗ്രഹത്താൽ എല്ലാ ദുഷ്പ്രവൃത്തികളും നിഷ്ഫലമായി പോകും. യാത്രകളിൽ നേത്രരോഗമൊക്കെ വരാനുള്ള സാധ്യത കൊണ്ട് അപ്പോൾ യാത്രകളൊന്ന് സൂക്ഷിച്ച് ചെയ്യുക. സർക്കാരിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനായി മനസ്സറിഞ്ഞ് കുടുംബ പരദേവതയോട് പ്രാർത്ഥിക്കുക. രാശിനാഥനായ സൂര്യഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. കഴിയുന്നതും ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത്, ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതൊക്കെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി തരും. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബന്ധുഗുണം ഉണ്ടാകും. സാമ്പത്തിക നേട്ടം വന്നു ചേരും. അതുപോലെ പിതാവിൻ്റെയോ പിതൃസ്ഥാനീയരുടെയോ ദേഹവിയോഗം വരുവാനുള്ള സാധ്യത കാണുന്നു. ഒന്നുകിൽ ഹോസ്പിറ്റലൈസേഷനെങ്കിലും ഉണ്ടാകും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. സാമ്പത്തികം അല്പം ചിലവഴിക്കുവാനുള്ള യോഗവും കാണുന്നു. വീഴ്ച വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബത്തിൽ സ്വസ്ഥതയും ധനലബ്ധിയും വരുമെങ്കിലും ഈശ്വര കാര്യങ്ങൾക്കായി അല്പസമയം മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. പുതിയ ജോലിക്കുള്ള അറിയിപ്പുകൾ വന്നു ചേരും. സാമ്പത്തിക നേട്ടമുണ്ടാവും. കലാകാരന്മാർക്ക് അവസരം വന്നു ചേരും. അവസരം വന്നു ചേരുന്നതോടൊപ്പം പുതിയ രീതികൾ അല്ലെങ്കിൽ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു അവസരം വന്നു ചേരും. രോഗശമനം ഉണ്ടാകും. ശത്രുക്കളാൽ വന്നു ചേരുന്ന പ്രശ്നങ്ങളെല്ലാം നിഷ്ഫലമായി പോകും. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിലെല്ലാം വിജയം പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ പേരും പ്രശസ്തിയും മൂലം കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും നിലനിന്ന് കിട്ടും. രാശിനാഥയായ മൂകാംബിക ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി ഭവിക്കും. കുടുംബ പരദേവതയുടെയും ഭദ്രകാളി അമ്മയുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും. എല്ലാ ഐശ്വര്യവും നിറഞ്ഞ ഒരു ദിവസം ഭഗവതി സമ്മാനിക്കട്ടെ.
തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളെ കൊണ്ട് സൽപേര്, സന്താനങ്ങളെ കൊണ്ട് സൽസിദ്ധി അല്ലെങ്കിൽ സൽപേര് ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ഭാഗ്യത്തിനുള്ള യോഗം വരുന്നു. ഉദ്യോഗ കയറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രശംസാപത്രം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള അംഗീകാരം, മേലധികാരികളിൽ നിന്നുള്ള ഒരു പ്രോത്സാഹനം, ആശ്വാസവചനങ്ങൾ, അംഗീകാരം, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ തങ്ങളുടെ കഴിവുകളെ ഒന്ന് മാനിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സന്തോഷവും സമാധാനവും വന്നു ചേരും. സാമ്പത്തിക ലാഭമുണ്ടാകും, അഭിനന്ദനങ്ങൾ ലഭിക്കും. ബന്ധുക്കളുമായി അല്പം കലഹത്തിനുള്ള സാധ്യതയുണ്ട്. അറിഞ്ഞ് പ്രവർത്തിക്കുക. കുടുംബ സ്വത്ത് സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇണയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. സഹപ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും. പുതിയ രീതി പ്രവർത്തന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. സജ്ജനങ്ങളുമായി സഹകരിക്കുന്നതിനുള്ള സാധ്യത വന്നു ചേരും. ആരോഗ്യനില അല്പം വഷളാവാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉന്നതരുടെ സഹായ സഹകരണം എപ്പോഴും ഉണ്ടാകുമെന്നുള്ള കരുതലോടെ ഓരോ കാര്യങ്ങളും അടുക്കും ചിട്ടയോടെ കൃത്യമായി ചെയ്യുവാൻ, സത്യസന്ധമായി ചെയ്യുവാൻ ശ്രമിക്കൂ. കുടുംബ പരദേവതയുടെയും ഭദ്രകാളി അമ്മയുടെയും മുരുകൻ സ്വാമിയുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകും. എല്ലാം മംഗളമായി ഭവിക്കും. രാശിനാഥയായ മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ ശോഭനമായി തീരും. വൃശ്ചിക രാശി, ശത്രുക്കളുടെ മേൽ വിജയം വന്നു ചേരുന്ന ദിവസമാണ്. രോഗാവസ്ഥയിൽ അല്പം മാറ്റമൊക്കെ വരും. ഇണയുടെ പെട്ടെന്നുള്ള ആ ഒരു സ്നേഹമസൃണമായ പെരുമാറ്റം മനസ്സിന് ആനന്ദം നൽകും. കുറേ കാലമായി നിലനിന്നിരുന്ന കുടുംബത്തിലെ അസ്വാസ്ഥ്യങ്ങളെല്ലാം മാറിക്കിട്ടും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും. ക്ഷേത്ര ദർശനത്തിനുള്ള സാഹചര്യം വന്നു ചേരും. കുടുംബ പരദേവതയുടെ അനുഗ്രഹത്താൽ അല്പം ധനം വന്നു ചേരുന്നുള്ള സാധ്യത കാണുന്നു. കച്ചവടക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിക്കിട്ടും. കർമ്മരംഗത്ത് വളർച്ചയും ഉയർച്ചയും ഉണ്ടാകും. മനസ്സമാധാനം ഉണ്ടാകും. കാര്യതടസ്സം വന്നാൽ തന്നെയും അതിനെ നിയന്ത്രിക്കുവാനുള്ള ഒരു ആർജവം വന്നു ചേരും. കർമ്മ പുരോഗതി ഉണ്ടാവും. ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നത് മൂലം, അതായത് കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുന്നത് മൂലം, ഭദ്രകാളി അമ്മയെ, രാശിനാഥയായ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതുപോലെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. മനസ്സ് നിറഞ്ഞ് അമ്മയെ പ്രാർത്ഥിക്കൂ. എല്ലാ ഐശ്വര്യവും വന്നു ചേരും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഭദ്രത വീണ്ടെടുക്കും. കുടുംബത്തിൽ ഐശ്വര്യവും വന്നു ചേരും. ബന്ധുക്കളുടെ വഞ്ചനയ്ക്കിടയുണ്ട്. അതറിഞ്ഞ് ബന്ധുക്കളുമായി ഒരകലം സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. വീട് വാങ്ങുവാനുള്ള ഒരു മോഹം സഫലീകരിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് അവരുടെ കർമ്മ മേഖലയിൽ അല്പം വിജയം വന്നു ചേരും. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കർക്കശ നിലപാടുകൾ എടുക്കും. കർമ്മരംഗത്ത് കുറച്ചുകൂടി അടുക്കും ചിട്ടയോടും കൂടി കാര്യങ്ങൾ ചെയ്യുകയും കുറച്ച് കർക്കശ സ്വഭാവത്തിൽ പെരുമാറുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവർ അത്ഭുതത്തോടുകൂടി നിരീക്ഷിക്കുന്നത് കാണാം. മാറ്റം വന്നു എന്ന് മറ്റുള്ളവർ ധരിക്കുന്നതിൽ തെറ്റില്ല. കുടുംബത്തിലും ജോലിസ്ഥലത്തും മാനസികമായുമൊക്കെ സന്തോഷം തരുവാനുള്ള നിമിഷങ്ങൾ വന്നു ചേരും. മറ്റുള്ളവരോട് പെരുമാറുന്നതിൽ ഒരു മൃദു സമീപനമൊക്കെ സ്വീകരിക്കും. കായികാഭ്യാസികൾക്ക് നല്ല സമയം വന്നു ചേരും. സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും. അനാവശ്യ ചിന്തകളൊക്കെ ഉപേക്ഷിച്ച് ശാരീരിക ക്ഷമത വീണ്ടെടുത്തുകൊണ്ട് മനസ്സന്തോഷത്തോടെ കർമ്മരംഗത്ത് പ്രവർത്തിക്കൂ. ഏത് കർമ്മം ചെയ്യുന്നവർക്കും അവരവരുടെ തലത്തിനൊത്ത് പ്രവർത്തിക്കാനുള്ള ആർജവം ഭദ്രകാളി അമ്മ നൽകും. അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കൂ. അമ്മേ നാരായണ ജപിക്കൂ. ഓം നമ ശിവായ കൂടി ജപിക്കുമ്പോൾ, സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ ശോഭനമായി തീരുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്ന വസ്തുക്കൾ സ്വന്തമാക്കാനാകും. ജോലിയിൽ ഉയർച്ചയുണ്ടാകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ബന്ധുക്കൾക്ക് അപ്രതീക്ഷിതമായ ധനസഹായം ചെയ്യേണ്ടതായ സാഹചര്യം വന്നു ചേരും. പൊതുപ്രവർത്തകർക്ക് സ്ഥാനലബ്ധി ലഭിക്കുന്നതാണ്. സ്ത്രീകൾ വഴി അല്പം സാമ്പത്തിക നേട്ടമുണ്ടാവും. ശത്രുഭയം വർദ്ധിക്കും. അതുകൊണ്ട് ഒന്ന് കരുതിയിരിക്കുക.
വ്യവഹാരങ്ങൾക്കായി യാത്ര ചെയ്യേണ്ടതായി വരും. സാമ്പത്തിക നഷ്ടം അല്പം വരുമെങ്കിലും ലാഭം ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. കുടുംബസ്വത്തിൻ്റെ കാര്യത്തിൽ തർക്കമുണ്ടാവും. എല്ലാം ക്ഷമയോടുകൂടി കാത്തിരുന്ന് ശ്രമിക്കുക. കൃഷിക്കാർക്ക് അല്പം ലാഭം വന്നു ചേരുന്ന ദിവസമാണ്. സാമ്പത്തിക ഭദ്രതയും കുടുംബത്തിൽ ഐശ്വര്യവും എല്ലാം വന്നു ചേർന്നുകൊണ്ട് ഈ ദിവസം ഏറ്റവും ശോഭനമായി തീരുവാൻ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സുബ്രഹ്മണ്യ സ്വാമിയുടെയും ധർമ്മശാസ്താവിൻ്റെയും അനുഗ്രഹത്തോടുകൂടി ദിവസം ശോഭനമായി തീരട്ടെ. എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരോട് പെരുമാറുന്നതിൽ അല്പം ഒരു നിയന്ത്രണം വരുന്നത് നന്നായിരിക്കും. മൃദു സമീപനത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ എല്ലാവരുടെയും ഇഷ്ടം സമ്പാദിക്കുവാൻ സാധിക്കും. വ്യവഹാരത്തിൽ കുടുങ്ങി സാമ്പത്തിക നഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിതൃകുടുംബവുമായി അഭിപ്രായ വ്യത്യാസം വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. കൂടുതൽ യാത്രകൾ ആവശ്യമായി വേണ്ടിവരും. ശാരീരിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ കരുതൽ ചെയ്യാം. ഉദ്യോഗ കയറ്റവും പ്രശസ്താപത്രവും ഒക്കെ ലഭിക്കും. സാമ്പത്തിക സുരക്ഷിതത്വം വന്നു ചേരും. സന്താനങ്ങളാൽ അല്പം മനസ്സന്തോഷം വീണ്ടെടുക്കുവാനാവും. ബന്ധുക്കൾ ശത്രുക്കളാകുന്ന സാഹചര്യമുള്ളത് കൊണ്ട് കരുതിയിരിക്കുക. സാമ്പത്തിക നേട്ടമുണ്ടാവും. കച്ചവടക്കാർക്ക് കർമ്മരംഗത്ത് കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ അസ്വാസ്ഥ്യങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുടുംബ പരദേവതയും ഭദ്രകാളി അമ്മയും പ്രാർത്ഥിക്കൂ. എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരും. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പിതാവിനോ പിതൃസ്ഥാനീയർക്കോ എന്തെങ്കിലും അല്പം ആരോഗ്യ പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. വിലപ്പെട്ട വസ്തുക്കൾ സൂക്ഷിച്ചു വയ്ക്കുക. നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തിക നേട്ടം ധാരാളമായി വന്നു ചേരും. മുൻകോപം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നവർ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. യാത്രാമധ്യേ എന്തെങ്കിലും ചെറിയ അപകട സാധ്യത ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് കരുതിയിരിക്കുക. ധനപരമായ ഉയർച്ചയുണ്ടാവും. കുടുംബസ്വത്തിനെ കുറിച്ചുള്ള ഒരു ആശങ്കയൊന്നും വേണ്ട. അത് അനുകൂലമായി തന്നെ വരും. ധനനഷ്ടം വന്നാൽ തന്നെയും നേടിയെടുക്കുവാനുള്ള ആർജവമുള്ളത് കൊണ്ട് ഒന്നിനെക്കുറിച്ചും ഭയക്കാതിരിക്കുക. സന്താനങ്ങൾക്ക് എല്ലാവിധ സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടാകും. സന്താനങ്ങളെ ധനപരമായും മാനസികമായ സുഖവും സന്തോഷവും വർദ്ധിക്കും. കളത്രവുമായി അഭിപ്രായ ഐക്യം ഉണ്ടാകും. രക്തസമ്മർദ്ദമുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉന്നത സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ മാനിച്ച് പ്രവർത്തിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരും. സർക്കാരിൽ നിന്ന് അനുകൂലമായ എന്തെങ്കിലും സന്ദേശം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. മീനഭരണി നാളിൽ മീനം രാശിക്കാർ ഭദ്രകാളി അമ്മയെയും സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രാർത്ഥിച്ച് എല്ലാവിധ ഐശ്വര്യവും നേടൂ. അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായി തീരട്ടെ. ഈ ദിവസം എല്ലാവർക്കും 27 നക്ഷത്രക്കാർക്കും കൊടുങ്ങല്ലൂരമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.